നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. 2025 മെയ് 14 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ്. ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. മിഥുനം രാശിയുടെ അധിപൻ ബുധനുമാണ്. ഇവർ രണ്ടുപേരും വ്യാഴത്തിൻ്റെ ശത്രുക്കളാണ്. അതായത് ഒരു ശത്രുവിൻ്റെ രാശിയിൽ നിന്ന് മറ്റൊരു ശത്രുവിൻ്റെ രാശിയിലേക്കാണ് വ്യാഴം രാശി മാറുന്നത്. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം ആർക്കും തന്നെ ഗുണഫലം തരില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. എങ്കിൽ പോലും വ്യാഴം എവിടെ നിന്നാലും അവർക്ക് അനുകൂലമായിരിക്കും. കൂടുതൽ ഗുണം കിട്ടില്ല, മോശമല്ലാത്ത ഫലം പ്രതീക്ഷിക്കാം. മിഥുനം രാശിയിലേക്ക് വ്യാഴം കടക്കുമ്പോൾ ശത്രുവായ ബുധൻ്റെ രാശിയായതിനാൽ ഗുണം നേർപകുതിയാകും എന്നുള്ളതാണ്. 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം ഗുണവാനാണ്. ബാക്കിയുള്ള ഭാവങ്ങളിൽ സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കുന്നത്. 10ലെ വ്യാഴം തടസ്സങ്ങൾ വരുത്തി വെക്കുമെന്നാണ്. എന്നാൽ പോലും മറ്റു ഗ്രഹങ്ങൾ ദുസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ നൽകുന്ന ദോഷഫലങ്ങൾ പോലെ സാത്വിക ഗുണവാനായ വ്യാഴം ദോഷഫലങ്ങളെ നൽകില്ല എന്നതാണ്. ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്ന വ്യാഴം ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് ധനസ്ഥാനമായ 2ാം ഭാവത്തിൽ നിന്നും 3ാം ഭാവത്തിലേക്കാണ് കടക്കുന്നത്. 3ലെ സ്ഥിതി മേടം രാശിക്കാർക്ക് ഗുണകരമല്ല എന്ന് തന്നെ പറയാം. സ്ഥാനചലനവും കാര്യതടസ്സങ്ങളും ഉണ്ടാകും. ജോലിസ്ഥാനത്ത് പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് അത് മോശമായി തോന്നാം. 7ര ശനിയുടെ 12ലെ ശനി നടക്കുന്ന കാലം. 3ലെ വ്യാഴം കൂടിയാകുമ്പോൾ സൂക്ഷിച്ച് മുന്നോട്ടു പോകുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കരാറുകളിലോ കൂട്ടുകച്ചവടത്തിലോ ജാമ്യം നിൽക്കുമ്പോഴോ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല എന്ന് തന്നെ പറയാം. അടുത്തതായി ഇടവൻ രാശിക്കാരായ കാർത്തികയുടെ കാൽഭാഗം രോഹിണി, മകയിരത്തരയും. ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ നിന്നും വ്യാഴം ധനസ്ഥാനമായ 2ലേക്ക് മാറുകയാണ്. വ്യാഴം ധനകാരകനാണ്. അതുവരെയുണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ മാറുകയാണ്. ധനലാഭം, ഭാര്യാസുഖം, കുടുംബസുഖം ഇവയൊക്കെ വന്നു ചേരും. കണ്ടകനായിരുന്ന ശനി 10ൽ നിന്നും ലാഭസ്ഥാനമായ 11ലേക്ക് സഞ്ചരിക്കുന്നു. ധനലാഭവും പ്രതാപവും പരസ്ത്രീ സംഗമവുമായിരിക്കും ഫലം. വ്യാഴവും ശനിയും അനുകൂല സ്ഥിതിയിലാണ്. ഏറെക്കുറെ നല്ല ഫലങ്ങളെ ഇടവൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. മിഥുനക്കൂറുകാരായ മകയിരം, അരയും, തിരുവാതിര, പുണർതം, മുക്കാല് ഈ നക്ഷത്രക്കാർ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. ധനനാശവും ഭാര്യാപുത്രാദികളോട് കലഹവും സ്ഥാനചലനവും ഒക്കെ സംഭവിക്കാം. ശനി കണ്ടകനായി മീനത്തിൽ സഞ്ചരിക്കുന്ന കാലം. ധനം, വിദ്യ, കീർത്തി ഇവയൊക്കെ നാശം സംഭവിക്കുന്ന കാലമാണ്. പൊതുവെ മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് ഫലം ഗുണകരമല്ല എന്ന് തന്നെ പറയാം. കർക്കിടകൻ രാശിക്കാരായ പുണർതം അവസാന കാൽഭാഗവും പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 11ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം 12ലേക്ക്. 12 വ്യയസ്ഥാനമാണ്. എത്ര കിട്ടിയാലും തികയാത്ത ഒരവസ്ഥ. ശനി ഭാഗ്യസ്ഥാനമായ മീനത്തിൽ സഞ്ചരിക്കുന്ന കാലം. വളരെ ഗുണങ്ങൾ നൽകേണ്ട സമയമാണ്. എന്നിരുന്നാലും 12ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇതിനെയൊന്നും മറികടക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം.
എങ്കിലും കർക്കിടകൻ രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗവും വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം 11-ലാണ്. വേണ്ടത്ര ഗുണം കിട്ടില്ല. കാരണം അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം ദുരിതപൂർണമായിരിക്കും. കണ്ടകശനിയിൽ വരുന്ന ദുരിതങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ 11-ലെ വ്യാഴത്തിന് സാധിക്കില്ല എന്ന് തന്നെയാണ്. സമ്മിശ്ര ഫലമായിരിക്കും ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. കന്നിക്കൂറുകാരായ ഉത്രം അവസാനം മുക്കാൽ ഭാഗവും അത്തം, ചിത്തിര അരയും ചേർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം 10-ലേക്ക് വരുന്ന കാലം. 10 കർമ്മസ്ഥാനമാണ്. കർമ്മത്തിന് തടസ്സങ്ങൾ വരുത്തും. വേണ്ടത്ര ഗുണം വ്യാഴത്തിൽ നിന്നും ലഭിക്കില്ല. 7-ൽ അതായത് മീനത്തിൽ കണ്ടകശനി നടക്കുന്ന കാലം കൂടിയാണ്. വ്യാഴമാറ്റം മൂലം കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് കാര്യമായ ഗുണം ലഭിക്കില്ല എന്ന് തന്നെ പറയാം. തുലാം രാശിക്കാരായ ചിത്തിര അരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനമായ മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ ദുരിതഫലങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്ന കാലമാണ്. ഭാഗ്യവർദ്ധനവും സാമ്പത്തിക ലാഭവും കളത്രപുത്രാദി സൗഖ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ശനി 6-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. എല്ലാ കാര്യത്തിലും വിജയം വരിക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിലും ഗുണഫലങ്ങളായിരിക്കും. വ്യാഴത്തിനെ കൊണ്ടും ശനിയെ കൊണ്ടും തുലാൻ രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് സാമാന്യ ഗുണഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. വൃശ്ചികൻ രാശിക്കാരായ വിശാഖം അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഇവർക്ക് 7-ൽ നിൽക്കുന്ന വ്യാഴം 8-ലേക്ക് ശത്രുസ്ഥാനത്തേക്ക് വരുമ്പോൾ ധനപരമായ ശത്രുത, കിട്ടാക്കടം, ബിസിനസ്സിൽ പരാജയം, മരണഭയം, കഠിനമായ ദുഃഖം, സ്ഥാനചലനം, കാര്യങ്ങൾക്കെല്ലാം തടസ്സം ഇവയെല്ലാം വന്നനുഭവിക്കുന്നതാണ്. ശനി 5-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. പുത്രാദികളെ കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വരും. വൃശ്ചികൻ രാശിക്കാരായ വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപരമായ സമയമല്ല. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവും എന്നീ നക്ഷത്രക്കാർക്ക് 6-ൽ നിൽക്കുന്ന വ്യാഴം ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി 7-ലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. ധനസമൃദ്ധിയും ബുദ്ധി, വാക്ക് ഇവയ്ക്ക് നിപുണതയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ്. 4-ലെ കണ്ടകശനി നടക്കുന്ന കാലമാണ്. എല്ലാവരുടെയും വിരോധം സമ്പാദിക്കുന്ന കാലം കൂടിയാണ്. കുടുംബവുമായി വേർപാട്, അന്യദേശവാസം, ഭാര്യാദുരിതം ഇങ്ങനെ പലവിധത്തിലുള്ള അനുഭവങ്ങളും വന്നുചേരുന്നതാണ്. എങ്കിലും 7-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ഏറെക്കുറെ ദുരിതഫലങ്ങളൊഴിഞ്ഞ് ഏറെക്കുറെ സമ്മിശ്ര ഫലമായിരിക്കും മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വന്നനുഭവിക്കാൻ പോകുന്നത്. മകരം രാശിക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണം, അവിട്ടം, അരയും ചേർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം 5-ൽ നിന്നും 6-ലേക്ക് സഞ്ചരിക്കുന്ന കാലമാണ്. മോശമായ സ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. എന്തൊക്കെയുണ്ടായാലും പൊതുവെ ഒരു സുഖക്കുറവ് അനുഭവിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ബുദ്ധിമുട്ടുകൾ കൂടും. വ്യാഴം ധനകാരകനാണ്. 6-ലെ സ്ഥിതി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. 3-ാം ഭാവത്തിലെ ശനി ഗുണപരമായ അവസ്ഥയിലാണ്. ആരോഗ്യവും കാര്യസിദ്ധിയും ധനലാഭവും പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും 6-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും കൂടി കണക്കിലെടുക്കുമ്പോൾ സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. കുംഭൻ രാശിക്കാരായ അവിട്ടം, അരയും, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗവും ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 4-ൽ നിന്നും 5-ലേക്ക് മിഥുനൻ രാശിയിലേക്ക് കടക്കുകയാണ്.
സാമാന്യം നല്ല ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത്. അർത്ഥലാഭം, പുത്രാദികളെ കൊണ്ടുള്ള സുഖം, ഗൃഹലാഭം, മനസ്സന്തോഷം, എവിടെയും കാര്യവിജയം, ഇങ്ങനെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. ശനി 2-ൽ സഞ്ചരിക്കുന്ന കാലം കൂടിയാണ്. 7.5 ശനിയുടെ അവസാന 2.5 വർഷമാണ് നടക്കുന്നത്. സർവ്വജനങ്ങളാൽ വിരോധവും, കുടുംബത്തിൽ കലഹവും, ഭാര്യാപുത്രാദികളുടെ വിയോഗവും, ദൂരദേശവാസവും അനുഭവിക്കുന്നതാണ്. കൂടാതെ അസത്യങ്ങൾ പറയേണ്ട ഗതികേടുകൾ മൂലം പലവിധത്തിലുള്ള വിഷമതകളും വന്നു ചേരുന്നതാണ്. കുംഭരാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി കണക്കിലെടുത്ത് സമ്മിശ്ര ഗുണദോഷ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. മീനം രാശിക്കാരായ പൂരുരുട്ടാതി കാൽഭാഗവും ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ൽ നിന്നും 4-ലേക്ക് വരുന്ന കാലമാണ്. 3-നേക്കാൾ നല്ലത് 4 എന്ന് പറയാം. എന്തായാലും വ്യാഴം ഗുണം ചെയ്തില്ലെങ്കിൽ പോലും ദോഷകാരകനല്ല. 7.5 ശനി നടക്കുന്ന കാലം കൂടിയാണ്. ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ബന്ധുക്കളുമായി വിരോധം, ദൂരദേശാഗമനം, ഇങ്ങനെ പലവിധ അരിഷ്ടതകളും വന്നു ഭവിക്കുന്നതാണ്. മീനൻ രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഗുണപരമായ സമയമല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്കാണ്. എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അത് ദഹിപ്പിച്ചു കളയും എന്നതാണ്. ആയതിനാൽ 5, 7, 9 എന്നീ രാശികളിലെ നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ ഗുണഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയേക്കാൾ ഗുണപരമായ ദൃഷ്ടിയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി. എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം ഹനിച്ചു കളയാനുള്ള ശക്തി വ്യാഴത്തിനുണ്ട്. ഇത് വ്യാഴത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. 2025 മെയ് 14-ന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന കാലത്ത് ഓരോ രാശിക്കാരായ നക്ഷത്രക്കാർക്കും ശനിയുടെ രാശിസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് വരാൻ പോകുന്ന പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജാതകത്തിലെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി കൂടി മനസ്സിലാക്കി വേണം അന്തിമ ഫലത്തെ ചിന്തിക്കുവാൻ. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.